PR-ൽ കുടുങ്ങിയിട്ടുണ്ട്, നന്നായി കുടുങ്ങിയിട്ടുണ്ട്. അതിൽ ഒരു ഒരുമിച്ചുള്ളൊരു മറുപടി അല്ലെങ്കിൽ പലരായിട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആ പ്രതികരണത്തിനൊരു ഏക സ്വഭാവമെങ്കിലും ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ഡോക്ടർ അരുൺ പറയുന്ന കിട്ടിയെന്ന് പറയുന്ന വിവരമല്ല ഇന്നലെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞിട്ടുള്ളത്. കൃത്യമായും പറഞ്ഞിട്ടുള്ളത് ഹിന്ദുവിൻ്റെ ഡെപ്യൂട്ടി എഡിറ്റർ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധപ്പെട്ടതെന്നും അങ്ങനെ കൊടുത്ത അഭിമുഖമാണ്. PR ഏജൻസിയെ ഏർപ്പെടുത്തേണ്ട ഒരു ആവശ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിനില്ല. ഇതാണ് ആവർത്തിച്ച് പറഞ്ഞത്. ഇന്നിപ്പോൾ നമുക്ക് പുറത്തു വന്നിരിക്കുന്ന രണ്ട് പേരുകൾ പറഞ്ഞല്ലോ, ഈ സുബ്രഹ്മണ്യൻ്റെ പേരും അതോടൊപ്പം വിനീത് ഹണ്ടയുടെ കാര്യം. അപ്പോൾ സുബ്രഹ്മണ്യനും വിനീത് ഹണ്ടയും തമ്മിലുള്ള സൗഹൃദം എന്നൊക്കെ അതിനെ വ്യാഖ്യാനിക്കേണ്ടതുണ്ടോ എന്ന് എനിക്കറിയില്ല. പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ ഇതാണ്. ഈ കൈസനിൽ 75% ഓഹരിയുള്ള റിലയൻസിൻ്റെ ഷെൽ കമ്പനിയായ മേവനിലാണ് ഇദ്ദേഹം പണിയെടുക്കുന്നത്. കൈസൻ ഗ്രൂപ്പിൻ്റെ CEO ആണ് വിനീത് ഹണ്ടെ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഈ ഇൻ്റർവ്യൂവിൽ എങ്ങനെ വന്നിരിക്കുന്നു? സാധാരണഗതിയിൽ മുഖ്യമന്ത്രി ഒരാൾക്ക് അഭിമുഖം കൊടുക്കുമ്പോൾ അവിടെ മറ്റാരെങ്കിലും ഇരുന്നാൽ ഒരു ചോദ്യം ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായില്ല. അവർ മുഴുവൻ സമയം അവർ ഇരിക്കുന്നു എന്ന് മാത്രമല്ല, അതിനുശേഷം സുബ്രഹ്മണ്യൻ ഈ കാര്യങ്ങൾ വിട്ടുപോയതാണ്, ഇതുകൂടി ചേർക്കണമെന്ന് ശോഭനയോട് ആവശ്യപ്പെടുന്നു എന്നാണ് പുറത്തേക്ക് വന്നിരിക്കുന്ന വിവരം. മാത്രമല്ല, ഇതിനിടയ്ക്ക് വന്നിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഹണ്ടെ ഇപ്പോൾ ഹിന്ദുവിനെ മാത്രമല്ല സമീപിച്ചിട്ടുള്ളത്, ഹിന്ദുസ്ഥാൻ ടൈംസിനും എക്കണോമിക് ടൈംസിനും ഈ അഭിമുഖം സംഘടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ബന്ധപ്പെടുന്നുണ്ട്. ഇന്നിപ്പോൾ മലയാള മനോരമ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ വന്നിരിക്കുന്ന മറ്റൊരു വാർത്ത, ഇതേ വിവരങ്ങൾ മറ്റൊരു ഏജൻസി വഴിയും വിവിധ പത്രങ്ങൾക്ക് വാർത്താക്കുറിപ്പായി നൽകിയിട്ടുണ്ട്. ഇതേ വിവരങ്ങൾ, മലപ്പുറവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മറ്റൊരു ഏജൻസി വഴിയും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ വിവരങ്ങൾ ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് എന്തിനാഗ്രഹിക്കുന്നു? ഇതിൻ്റെ ഒരു ക്രോണോളജി പരിശോധിക്കണമല്ലോ. ഇത് എപ്പോഴാണ് ഈ മലപ്പുറവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയാൻ തുടങ്ങിയത്? ഇത് പോലീസ് തന്ന കണക്ക്, ആ കണക്കുകൾ സാധാരണഗതിയിൽ അത് വിശദീകരിക്കുമ്പോൾ അതിലൊന്നും യാതൊരു സംശയവും ഉണ്ടാകില്ല. പക്ഷേ മലപ്പുറത്ത് പോലീസും കസ്റ്റംസും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ട് എന്നും പോലീസ് സ്വർണം കടത്തുന്നുണ്ട് എന്നും PV അൻവർ ആരോപിച്ചതിന് മറുപടിയായിട്ട് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണല്ലോ ഈ കാര്യങ്ങൾ ആദ്യം പറയുന്നത്. അവിടെയാണ് മുഖ്യമന്ത്രി ഈ സ്വർണ്ണക്കടത്തുമായി PV അൻവറിന് ബന്ധമുണ്ടോ എന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് ഇതിനെ കാണാൻ പറ്റുകയുള്ളൂന്നേ. ഇതിനുശേഷം ഇപ്പോൾ ഇന്ന് ദേശാഭിമാനി പത്രത്തിൽ ഈ ഖേദപ്രകടനവുമായി ബന്ധപ്പെട്ട വാർത്ത വരുന്നുണ്ട്. ഈ പറയുന്നതുപോലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഇന്നലെ വൈകുന്നേരം സന്ധ്യയ്ക്കാണ് പ്രസംഗം വരുന്നത്. പത്രത്തിൽ വാർത്ത വന്ന് മണിക്കൂറുകൾക്ക് ശേഷം, ഈ 35 മണിക്കൂറൊക്കെ കണക്ക് പറയുന്നുണ്ടല്ലോ, ആ മണിക്കൂറുകൾക്ക് ശേഷം അത് പറയുമ്പോഴും ഈ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട കാര്യം പറയാതിരിക്കാൻ താൻ ഇത് കേട്ടതാണ് അല്ലേ, അറിഞ്ഞിട്ടില്ല എന്ന രൂപത്തിലാണ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നേരത്തോട് നേരമായല്ലോ, ഇതുവരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതികരിക്കുന്നില്ല. മന്ത്രിമാർ വിവിധ തരത്തിൽ ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾക്കൊരു PR ഏജൻസിയുടെ ആവശ്യമില്ല, മുഖ്യമന്ത്രിക്ക് പ്രതികരിക്കാൻ PR ഏജൻസിയുടെ ആവശ്യമില്ല. ശരിയാണ്, ഇതുവരെ മുഖ്യമന്ത്രി പ്രതികരിച്ചത് PR ഏജൻസിയുടെ സഹായത്താലാണെന്ന് നമ്മൾ കരുതുന്നില്ല. മുഖ്യമന്ത്രി, മാധ്യമങ്ങൾ, റിപ്പോർട്ടർമാർ മുഖ്യമന്ത്രിയോട് ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ചെവിയിൽ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടല്ലോ, അതൊരു PR പണിയാണ് എന്ന രൂപത്തിൽ പോലും പരിഹസിച്ചിട്ടുണ്ട്. 2020 നമ്മൾ കണ്ടതാണല്ലോ ആ പരിഹാസം. അങ്ങനെ PR ഏജൻസി പറയുന്ന കാര്യങ്ങൾ ചോദിക്കുന്നവരാണ് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ എന്ന് മുഖ്യമന്ത്രി പരിഹസിക്കുന്നുണ്ട്. നാടിന് അറിയാം, എന്നെക്കുറിച്ച് നാടിനറിയാമെന്ന് പറയുമ്പോൾ നാടിനറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എന്തിനാണ് ഈ PR ഏജൻസിയിലെ രണ്ടാളുകൾ അവിടെ വന്നിരുന്നത്? നോക്കൂ, ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ PR ഏജൻസികളുടെ സഹായം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തേടുന്നു. ഉണ്ണി ബാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞ പോലെ CPM-നും ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും പിഴവൊന്നും ആരും കാണുന്നില്ല. പുതിയ കാലത്ത് പുതിയ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ തന്നെ ഒരു പ്രത്യേക വിങ്ങൊക്കെ ഉണ്ടല്ലോ CPM-നും സർക്കാരിനും. അപ്പോൾ അതൊക്കെ സംഭവിക്കട്ടെ. പക്ഷേ പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഒരു PR ഏജൻസിയുടെ സഹായം തേടുകയാണോ? അതായത് എന്ത് ലീഡ് വേണം, എന്ത് ചേർക്കണം എന്ന് പറയാൻ വേറെ ആരൊക്കെയോ തീരുമാനിക്കുന്നത് നടപ്പാക്കുന്നു. അങ്ങനെ നിന്ന് കൊടുക്കുന്ന ഒരാളാണോ മുഖ്യമന്ത്രി? അങ്ങനെയല്ലെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നേ അത് വിശദീകരിക്കേണ്ടത്. അല്ലാതെ CPM-ലെ വിവിധ നേതാക്കൾ വിവിധ പ്രതികരണങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല. ആരെയും ഭയക്കുന്നവരല്ല, ഹീറോ ആണ് എന്ന മട്ടിൽ ഇങ്ങനെ പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല. ചോദ്യത്തിനാണ് ഉത്തരം നൽകേണ്ടത്. ഉടനെ വയനാട് എടുത്തിടും. വയനാടുമായി ബന്ധപ്പെട്ട് നിങ്ങളത് അന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ ഇങ്ങനെ അപഹസിച്ചുകൊണ്ട് ചോദ്യത്തിന് ഉത്തരം വരുന്നില്ല എന്നിടത്താണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായയ്ക്ക്, സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് മോശം ഉണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു PR ഏജൻസി പറഞ്ഞത് പ്രകാരം ഇങ്ങനെ പത്രം വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ പത്രത്തിനെതിരെ ഈ ഒന്നുകിൽ ഈ ഹിന്ദുവിൻ്റെ ഈ വിശദീകരണം സ്വീകാര്യമാണ് എന്നൊരു പ്രതികരണം വരണം, അല്ലേ? ഹിന്ദുവിൻ്റെ ഖേദപ്രകടനം സ്വീകാര്യമാണ് എന്ന പ്രതികരണം വന്നിട്ടില്ല. അപ്പോൾ ഹിന്ദുവിനോടുള്ള സമീപനം എന്താണ്? ഈ PR ഏജൻസിയെ ഞങ്ങൾ ഏർപ്പെടുത്തിയതല്ല എങ്കിൽ PR ഏജൻസിക്കെതിരെ കേസെടുക്കണ്ടേ?
എടുക്കണ്ടേ? അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിന്മേൽ ഒരു പ്രതികരണവും വന്നിട്ടില്ല. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമായിട്ടില്ല. മാത്രമല്ല ദേശാഭിമാനി പത്രത്തിൽ, അതാണ് ഞാൻ പറയാൻ പോകുന്നത്, ദേശാഭിമാനി പത്രത്തിൽ ഈ വാർത്ത വരുമ്പോൾ ഹിന്ദുവിൻ്റെ വിശദീകരണത്തിൽ, ഖേദപ്രകടനത്തിൽ ആദ്യം തന്നെ PR ഏജൻസിയെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യ ഭാഗം പൂർണ്ണമായും തമസ്കരിച്ചുകൊണ്ട്, അല്ലേ, അതല്ലേ അവരുടെ ഭാഷ, തമസ്കരിച്ചുകൊണ്ട് വേണ്ട ഭാഗം മാത്രം ഞങ്ങൾക്ക് അനുകൂലമായ കാര്യം ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു, ഹിന്ദു ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്ന് ദേശാഭിമാനി പത്രത്തിൽ വരികയാണ്. സത്യാനന്തരകാലം, മാധ്യമധാർമ്മികത ക്ലാസ് എടുക്കുന്ന ആളാണ് ഇപ്പോൾ ദേശാഭിമാനിയുടെ എഡിറ്റർ. ഫ്രണ്ട് പേജ് വാർത്തയാണ്. അതെന്താണ് അങ്ങനെ വരുന്നത്? വിശദീകരിക്കണ്ടേ? അപ്പോൾ അതില്ല. കാരണം എന്താണ്? നമ്മളിപ്പോൾ മലപ്പുറവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്? മലപ്പുറത്തെ വേറെ രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ ഇവിടെ സംഘപരിവാർ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. മലപ്പുറത്ത് ഏറ്റവും അധികം ന്യൂനപക്ഷങ്ങളുള്ള ജില്ലയാണ്. ആ ജില്ലയിൽ ഹവാല പണം, സ്വർണ്ണക്കള്ളക്കടത്ത് മുഴുവൻ അവിടെയാണ് നടക്കുന്നത്. അങ്ങനെ കേരള സ്റ്റോറി എന്നൊരു സിനിമ വരുന്നു, അവിടെയും മലപ്പുറത്തെ അപമാനിക്കുന്നു. മനേക ഗാന്ധി മലപ്പുറത്തെ വേറെ രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നു. ഈ ഘട്ടത്തിലൊക്കെ കേരളം ഒരുമിച്ച് നിന്നാണോ അതിനെ എതിർത്തിട്ടുള്ളത്? ഈ ഘട്ടത്തിലൊക്കെ ശക്തമായിട്ടാണോ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുള്ളത്? ആണ് അന്നൊക്കെ ഒരുമിച്ച് നിന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേ തട്ടിൽ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്ന ഏത് ഘട്ടത്തിലാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ മലപ്പുറത്തിൽ ഊന്നുന്നത് എന്തുകൊണ്ടാണ്? PV അൻവറിനോടുള്ള പ്രതികാരം തീർക്കൽ, PV അൻവറിന് മറുപടി കൊടുക്കുകയാണ് ദേശീയ തലത്തിൽ പോയിട്ട്. അങ്ങനെയാണോ? നാഷണൽ പത്രങ്ങളിൽ മുഴുവൻ വരട്ടെ, മറ്റ് സംസ്ഥാനങ്ങൾ ചർച്ച ചെയ്യട്ടെ, യോഗി ആദിത്യനാഥിന് വടി കൊടുക്കട്ടെ എന്ന് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് സംശയം വരും. ഈ സംശയങ്ങൾക്ക് എപ്പോൾ ദൂരീകരിക്കും? മുഖ്യമന്ത്രിക്ക് തോന്നുന്ന സമയത്ത് പ്രതികരിച്ചാൽ മതിയോ? അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. അത് പറയേണ്ടി വരും. ഒന്നുകിൽ PR ഏജൻസിക്കെതിരെ കേസെടുക്കണം, ഹിന്ദുവിൻ്റെ വിശദീകരണം സ്വീകാര്യമല്ല എന്ന് പറയണം. അങ്ങനെയെങ്കിൽ ഈ സുബ്രഹ്മണ്യനും ഹാൻഡയും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ഫലത്തിൽ അവിടെ വന്നിരുന്നു. എല്ലാവരെയും സുബ്രഹ്മണ്യൻ സ്വന്തം നിലയ്ക്ക് അങ്ങോട്ട് സമീപിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ന്യായീകരണമാണ്. Meet the editors.